ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലോക്ക് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ മോനെ ഒരു ആക്ടിവിറ്റി കേട്ടോ. അപ്പോൾ ക്ലോക്കുമായി ബന്ധപ്പെട്ട ഒരു പാഠമായിരുന്നു, അവന് മാത്സ് എടുത്തിരുന്നത്. അപ്പോൾ അതൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ. അപ്പോൾ ക്ലോക്ക് ഉണ്ടാക്കിക്കൊണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലോക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ ക്ലോക്ക് ഉണ്ടാക്കാൻ ഭാഗത്തിന് ഒരു ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മളിത് അതിന് ഒരു കോമ്പസ് ഉപയോഗിച്ചിട്ട് കറക്റ്റ് നമുക്ക് എത്രയാണോ ആ വട്ടം വേണ്ടിച്ച് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്ത ശേഷം നമ്മളിത് പിങ്ക് കളർ പേപ്പറുള്ള ചാർട്ട് പേപ്പർ കൊണ്ട് ഞാൻ പുറം ഭാഗം ഉൾഭാഗം കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ പച്ച കളർ പേപ്പർ ഉണ്ടായിരുന്നു കേട്ടോ. ആ കളർ പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ 1 മുതൽ 12 വരെ നമുക്ക് സംഖ്യകൾ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഓരോ ചെറിയ വട്ടമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ വട്ടം വേണ്ടിച്ച് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ചെയ്തിരിക്കുന്നത്, നമ്മൾ പിങ്ക് കവർ കൊണ്ട് പൊതിഞ്ഞല്ലോ. അതിന് ശേഷം നമ്മൾ നടുക്കിൽ സെൻറ്റർ ഭാഗത്ത് കുറച്ചും കൂടി ഒരു നമ്മൾക്ക് അക്കങ്ങൾ അടയാളപ്പെടുത്തണമല്ലോ. അതിന് വേണ്ടിയിട്ട് അക്കങ്ങൾ അടയാളപ്പെടുത്തിയിട്ട് അത് ഒട്ടിച്ചു കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ സെൻറ്റർ ഭാഗത്ത് യെല്ലോ കളർ പേപ്പർ കൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അക്കങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് 1 മുതൽ 12 വരെയുള്ള അക്കങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കളർ പേപ്പർ വെട്ടിയെടുത്ത ശേഷം അങ്ങനെ കുറച്ച് വിട്ടിട്ട് അങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ ഒരു ബ്ലൂ കളർ പെൻ ഉപയോഗിച്ചിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തില്ല. അപ്പോൾ നമുക്ക് നേരത്തെ സെൻറ്റർ അടയാളപ്പെടുത്തിയിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ കോമ്പസ് ഉപയോഗിച്ചിട്ടാണല്ലോ വട്ടം. അങ്ങനെ നമുക്ക് സെൻറ്റർ കിട്ടിയ ശേഷം നമ്മളിത് സെൻറ്റർ കുറച്ചും കൂടി ഒന്ന് വട്ടം കൂട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ലോങ് സൂചിയും ഷോർട്ട് സൂചിയും ചാർട്ട് പേപ്പർ ഉപയോഗിച്ചിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് സെൻറ്ററിൽ ഉപയോഗിക്കുന്നത് നമ്മൾ കമ്മലുണ്ടാവില്ല, വാങ്ങാൻ കിട്ടുന്ന കമ്മൽ, അതിൻ്റെ കുറച്ച് സ്റ്റെഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മുറുക്കത്തിൽ കിട്ടുമല്ലോ. ആ സ്റ്റെഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ പുറമേ ഭാഗത്തുനിന്ന് സ്റ്റെഡ് കുത്തി കൊടുത്തിട്ട് മുകളിൽ നിന്ന് മുറുക്കി കൊടുക്കട്ടെ ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ക്ലോക്ക് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ സമയം വെക്കണമെന്ന് വെച്ചാൽ അതുപോലെ വെക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒന്നാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.